നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. +1 സീറ്റ് കിട്ടാതെ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസ വാർത്തയായി മന്ത്രിയുടെ വാക്കുകൾ വന്നിരിക്കുകയാണ്. ആ ആശ്വാസം എത്ര നാൾ നീണ്ടു നിൽക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം എന്നുള്ളത് മറ്റൊരു കാര്യം. ഏതായാലും മന്ത്രി വളരെ പോസിറ്റീവായ ഒരു സ്റ്റെപ്പ് എടുത്തിരിക്കുന്നു. വിദ്യാർത്ഥി സംഘടനകളുമായി 15 വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തിയിരിക്കുന്നു. ഒടുവിൽ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ തീരുമാനം ഇതാണ്: 2 അംഗ സമിതിയെ ഈ വിഷയം പഠിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. മലപ്പുറം RDDയും വിദ്യാഭ്യാസ ജോയിൻറ്റ് ഡയറക്ടറുമാണ് ഈ 2 അംഗങ്ങൾ. ജൂലൈ 5-നകം എന്താണ് പ്രശ്നമെന്നുള്ള റിപ്പോർട്ടും അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എന്തെന്നും അവർ നിർദ്ദേശിക്കും. അതിനുശേഷമായിരിക്കും തീരുമാനം വരിക. ഏതായാലും തത്വത്തിൽ ഒരു കാര്യം തീരുമാനമായിട്ടുണ്ട്. മലപ്പുറത്ത് പ്രത്യേകിച്ച് താൽക്കാലിക ബാച്ചുകൾ ആരംഭിക്കാനുള്ള തീരുമാനമാണ് വന്നിരിക്കുന്നത്. അജിംസ്, ഈ തീരുമാനം ആശ്വാസകരം തന്നെയല്ലേ? ഈ തീരുമാനം ആശ്വാസകരമാണെന്ന് വെച്ചാൽ ഇപ്പം മന്ത്രി കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? അവിടെ ആകെ 10,000-2000 സീറ്റിൻ്റെ കുറവേ ഉള്ളൂ, അത് പരിഹരിക്കാവുന്നുള്ളൂ. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എല്ലാവർക്കും +1 അഡ്മിഷൻ കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ വിദ്യാർത്ഥി സംഘടനയിൽ നിന്ന് ചർച്ച നടത്തിയപ്പോൾ മന്ത്രിയുടെ കണക്ക് മാറി. ഇപ്പോൾ പറയുന്നത് 7000 സീറ്റ് കുറവുണ്ടെന്നാണ്. അപ്പോൾ ഈ കണക്കൊക്കെ ആരാണ് കൊടുക്കുന്നത്? മന്ത്രിക്ക് കണക്ക് ആരാണ് എഴുതി കൊടുക്കുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ ഈ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി കണക്കറിയാത്ത മന്ത്രിയാണെന്നോ അദ്ദേഹത്തിന് കണക്ക് തെറ്റിപ്പോകുന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന് ഇതൊക്കെ നന്നായിട്ടറിയാം. അദ്ദേഹം നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ്. വിദ്യാഭ്യാസ വകുപ്പിൽ വളരെ നല്ല അഡ്മിനിസ്ട്രേറ്ററാണ് V ശിവൻകുട്ടി. പക്ഷെ പ്രശ്നം അതല്ല, പ്രശ്നം രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്നത്തെ പ്രഖ്യാപനം എന്താണ്? ഒരു 2 അംഗ സമിതി നിശ്ചയിക്കും. ആ 2 അംഗ സമിതി പഠിച്ച് എവിടെയൊക്കെ ബാച്ച് വേണമെന്നുള്ള റിപ്പോർട്ട് വരും. അതനുസരിച്ച് സർക്കാർ സ്കൂളുകളിൽ താൽക്കാലിക ബാച്ച് അനുവദിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ അവിടെയുള്ള ആവശ്യമുള്ള സ്കൂളുകളിൽ എന്നുള്ളതല്ല. ഇപ്പോൾ ഒരു പഞ്ചായത്ത് എടുക്കുക, അല്ലെങ്കിൽ ഒരു താലൂക്ക് എടുക്കുക. ആ താലൂക്കിൽ എത്ര സർക്കാർ സ്കൂളുകളുണ്ടാവും, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ എത്ര സർക്കാർ സ്കൂളുകളുണ്ടാവും? അപ്പോൾ സർക്കാർ സ്കൂളുകളിൽ മാത്രം താൽക്കാലിക ബാച്ച് അനുവദിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിലമ്പൂർ എത്ര സർക്കാർ സ്കൂളുണ്ട്? സർക്കാർ സ്കൂളിൽ +2 ഉണ്ട് നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. ഇപ്പോൾ നിലമ്പൂർ സർക്കാർ സ്കൂളില്ല, അവിടെ പകരം മാനേജ്മെൻറ്റ് സ്കൂളാണുള്ളതെങ്കിൽ അവർ താൽക്കാലിക ബാച്ച് അനുവദിക്കില്ല. പകരം ഏറ്റവും അടുത്ത സർക്കാർ സ്കൂളിലായിരിക്കും ബാച്ച് അനുവദിക്കുക. അപ്പോൾ അത് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുമോ? ഇല്ല. രണ്ടാമത്തെ കാര്യം താൽക്കാലിക ബാച്ചാണ്. താൽക്കാലിക ബാച്ചിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് താൽക്കാലിക അധ്യാപകനായിരിക്കും നിയമിക്കുക. അപ്പോൾ അതിൽ അധ്യയനത്തിൽ വരുന്ന പ്രശ്നമുണ്ട്. ഒരു സ്ഥിരം അധ്യാപകനും ഒരു താൽക്കാലിക അധ്യാപകനും പഠിപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വേറെയുണ്ട്. ഈ 2 പ്രശ്നം നിലനിൽക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ മന്ത്രി പറയുന്ന 7000 ബാച്ചിൻ്റെ കുറവെന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ വസ്തുതയാണോ? അത്രയാണോ ഉള്ളൂ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. സീറ്റ് 7000 സീറ്റിൻ്റെ കുറവുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ആ കണക്ക് ശരിയാണോ എന്നൊരു ക്വസ്റ്റ്യൻ കൂടി ബാക്കി നിൽക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചർച്ചയ്ക്ക് ശേഷം മന്ത്രി പറഞ്ഞൊരു അപ്രസക്തമെന്ന് തോന്നുമെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ +1 പ്രവേശനം കഴിഞ്ഞതിന് ശേഷമേ സ്കൂൾ കേരളയിൽ പ്രവേശനം തുടങ്ങൂ. അത് അധികം വിശദീകരിക്കപ്പെടാത്ത പോകുന്നൊരു പ്രശ്നമാണ്. അതായത് മുൻകാലങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, കുറേ അധികം കുട്ടികൾ ഈ പ്രവേശനത്തിന് പുറത്ത് നിൽക്കുന്നു. ഈ പുറത്തു നിന്ന് ഈ അലോട്ട്മെൻറ്റ് പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ സ്കൂൾ കേരള എന്ത് ചെയ്യുന്നു? വിളിക്കുമ്പോൾ ഈ പ്രവേശനം കിട്ടില്ല എന്ന ഇതിൽ പോയി കുറേ കുട്ടികൾ പോയി സ്കൂൾ കേരളയിൽ ജോയിൻ ചെയ്യും. യഥാർത്ഥത്തിൽ കിട്ടില്ല, അവർ കാത്തിരുന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം സ്കൂൾ കേരള വിളിച്ചാമെന്ന് പറയുമ്പോൾ എത്ര കുട്ടികൾ പുറത്ത് നിൽപ്പുണ്ട് എന്നുള്ള കൃത്യമായിട്ട് കണക്ക് നമുക്ക് കിട്ടും. അപേക്ഷകരായ കുട്ടികൾ എത്ര പുറത്ത് നിൽപ്പുണ്ട്, അവരെത്ര പേർ സ്കൂൾ കേരളയിൽ ചേർന്ന കൃത്യ കണക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. മൂന്നാമത്തെ കാര്യം, ഇതിനു മുമ്പൊരു കമ്മിറ്റി ഉണ്ടായിരുന്നല്ലോ, കാർത്തികേയൻ കമ്മിറ്റി, മലബാറിലെ മൊത്തം പ്രശ്നങ്ങൾ പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കാൻ. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എവിടെയാണെന്നുള്ള മന്ത്രി അതേക്കുറിച്ച് മിണ്ടുന്നില്ല. ആ കമ്മിറ്റി വളരെ സമഗ്രമായി ഇത് പഠിച്ചു. അത് മലബാറിൽ മാത്രമല്ല പഠിച്ചത്, തെക്കൻ ജില്ലകളിലും പഠിച്ചു. എവിടെയൊക്കെ ബാച്ചുകൾ ഒഴിഞ്ഞു കിടക്കുന്നു, എവിടെയൊക്കെ 25-ൽ താഴെ മാത്രം വിദ്യാർത്ഥികളുടെ ബാച്ചുകളുണ്ട് എന്നതിനെ പറ്റി കൃത്യമായ കണക്കാണ് കാർത്തികേയൻ കമ്മിറ്റി സർക്കാരിന് കൊടുത്തത്. ആ കമ്മിറ്റി റിപ്പോർട്ട് വെളിച്ചം കണ്ടിട്ടില്ല. എന്നിരിക്കെ ഈ മലബാറിൽ മാത്രം പഠിക്കാൻ, എവിടെയൊക്കെ ബാച്ച് അനുവദിക്കണമെന്ന് പഠിക്കാൻ വേണ്ടി ഒരു താൽക്കാലിക കമ്മിറ്റി നിയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു ശാശ്വത പരിഹാരമേ അല്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, സംസ്ഥാനത്ത് പലയിടത്തും അസന്തുലിതമായി ബാച്ച് വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും 25 കുട്ടികൾ താഴെ 10 കുട്ടികൾ പോലും പഠിക്കുന്ന ബാച്ചുകളുണ്ട്. അപ്പോൾ ഈ ബാച്ചുകൾ ലയിപ്പിച്ചുകൊണ്ട് കൂടുതൽ ബാച്ചുകൾ മലബാറിലേക്ക് കൊണ്ടുവരുവാണ് സർക്കാരിന് മുമ്പുള്ള യഥാർത്ഥത്തിലുള്ള പോകാൻ വഴി. അതുപോലും ചെയ്യാൻ തയ്യാറില്ല. അത് ചെയ്താൽ എന്താ കുഴപ്പം? മലബാറിലുള്ള മാനേജ്മെൻറ്റ് സ്കൂളുകളിലേക്ക് പുതിയ ബാച്ചുകൾ അനുവദിക്കേണ്ടി വരും. മാനേജ്മെൻറ്റ് സ്കൂളിൽ പുതിയ ബാച്ചുകൾ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ തോതിലുള്ള കോഴയ്ക്ക് കാരണമാകും എന്നൊരു ധാരണയുണ്ട്. അതായത് മാനേജ്മെൻറ്റുകൾ കോഴ വാങ്ങി അധ്യാപക നിയമനം നടത്തും. അത് വലിയ തോതിലുള്ള ലാഭം ഈ മാനേജ്മെൻറ്റുകൾക്ക് ഉണ്ടാക്കും. അങ്ങനെ മലബാറിലുള്ള സ്കൂൾ മാനേജ്മെൻറ്റുകൾക്ക് കോഴ ലഭിച്ചാൽ അത് തെക്കൻ കേരളത്തിലുള്ള മറ്റ് ചില സമുദായ സംഘടനകളെ പിണക്കുമെന്നൊരു തെറ്റിദ്ധാരണ സർക്കാർ നയിക്കുന്ന പാർട്ടിക്കുമുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ സ്കൂളുകളിൽ മാത്രം
താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചാൽ മതി. സ്ഥിര ബാച്ചാണെങ്കിൽ സർക്കാരിന് ശമ്പളം കൊണ്ടേണ്ടി വരും, അത് ബാധ്യതയാണ്. അല്ല, ഈ ബാച്ച് അനുവദിക്കുമ്പോൾ മറ്റ് സൗകര്യങ്ങളുണ്ടോ എന്ന് കൂടി നോക്കണ്ടേ? ക്ലാസ് റൂം വേണം, ലാബ് സൗകര്യം വേണം, അതൊക്കെ വേണ്ടേ? താൽക്കാലിക ബാച്ചാണെങ്കിൽ ഇതൊന്നും വേണ്ട, എവിടെയെങ്കിലും ഇരുത്തി പഠിപ്പിച്ചോളും. താൽക്കാലിക അധ്യാപനമാണ്, എവിടെയെങ്കിലും ഇരുത്തി പഠിപ്പിച്ചോളും. സർക്കാർ സ്കൂളാണെങ്കിൽ സർക്കാരിന് ക്ലാസ് മുറികൾ ഉണ്ടാക്കേണ്ടി വരും, അത് വേറെ കാര്യം. അപ്പോൾ ഇത് ഒരു ശാശ്വതമായ പരിഹാരമേ അല്ല. ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് മലബാറിൽ കുറവുള്ള ബാച്ചുകൾ, സീറ്റുകൾ അത് എത്രയാണെന്ന് കണക്കാക്കുക, തെക്കൻ കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന ബാച്ചുകൾ ഏതൊക്കെയാണെന്ന് കണക്കാക്കുക, അവിടെ ബാച്ചുകളെ ലയിപ്പിച്ചുകൊണ്ട് ഈ ബാച്ചുകൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഇതാണ് കാർത്തികേയൻ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ട്. അത് പുറലോകം കണ്ടിട്ടില്ല, കണക്ക് പോലും നമുക്കറിയില്ല, സഭയിൽ പോലും വെച്ചിട്ടില്ല. എന്നിരിക്കെ ഇപ്പോൾ കാണിക്കുന്ന അഭ്യാസം കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമാണ്. അതായത് ഇപ്പോൾ ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ വിദ്യാർത്ഥി സംഘടനകൾ. സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എന്തോ ചെയ്തു എന്ന് കാണിക്കുക എന്നതിനപ്പുറം സർക്കാർ ആത്മാർത്ഥമായിട്ടല്ല ഇതിലിടപെടുന്നത്. ഇത് പ്രശ്നപരിഹാരമല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന തിരിച്ചടി മറികടക്കാനുള്ള ഒരു രാഷ്ട്രീയ നാടകം മാത്രമാണ്. ഈ വിദ്യാർത്ഥി സംഘടനകൾ 15 വിദ്യാർത്ഥി സംഘടനകൾ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർ അവരുടെ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. ചർച്ചയ്ക്ക് ശേഷവും അവർ ഇതിനെ പോസിറ്റീവായിട്ടാണ് സമീപിക്കുന്നത്. ഇത് മന്ത്രിയുടെ വാക്കുകൾ മുഖവിലക്കെടുക്കുന്നു, വരട്ടെ, യോഗത്തിന് മിനിറ്റ്സ് വരട്ടെ, അപ്പോൾ നോക്കാമെന്നൊക്കെയുള്ള തീരുമാനത്തിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. അപ്പോൾ താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരം എന്ന നിലയ്ക്ക് ഇതിനെ കാണാൻ പറ്റില്ലേ? അല്ല, ഉറപ്പായിട്ടും ഇപ്പോൾ ദീർഘകാലത്തെ ഒരു പരിശോധനയൊന്നും അല്ല നടത്താൻ പോകുന്നത്. ജൂലൈ 5 മുമ്പ് റിപ്പോർട്ട് കിട്ടണം. ജൂലൈ 5 മുമ്പ് റിപ്പോർട്ട് കിട്ടിയിട്ട് അവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്താമെന്ന് സർക്കാർ പറഞ്ഞാൽ അത് ശുഭവിശ്വാസം ഉണ്ടാക്കുന്ന കാര്യമാണ്, തർക്കമില്ല. പക്ഷെ നോക്കൂ, ഇപ്പോഴും ആളുകൾ +1 ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പോഴും ഒരു അനിശ്ചിതാവസ്ഥയിൽ ഒരുപാട് കുട്ടികൾ നിൽക്കുന്നു എന്നതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഇനിയും ജൂലൈ 5 ഈ കമ്മിറ്റി ഇവിടെ റിപ്പോർട്ട് വരണം. ഈ കൊല്ലം ആദ്യമായിട്ടല്ല. ഇത് ഒരു പുതിയ സംഗതിയല്ല. നമ്മൾ തന്നെ ഏതാണ്ട് എല്ലാ വർഷവും ഒരു അനുഷ്ഠാനം പോലെ +1 മലബാറിലെ സീറ്റ് പ്രതിസന്ധിയെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിന് അറിയാത്ത ഒന്നല്ല എന്ന് മാത്രമല്ല, 10ാം ക്ലാസ്സിലെ പരീക്ഷാഫലം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ സംസ്ഥാനത്തെ വിദ്യാർത്ഥി സംഘടനകൾ മിക്കതും മലബാറിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമരരംഗത്താണ്. സർക്കാരുമായിട്ട് അവർ ആശയവിനിമയത്തിന് ശ്രമിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിന് അപ്പോൾ ഒരു പഠന സമിതിയെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ പ്രതിസന്ധി എന്താണെന്ന് മനസ്സിലാക്കി ഇപ്പോഴത്തെ ഈ അനിശ്ചിതാവസ്ഥ പരിഹരിക്കാമായിരുന്നല്ലോ. അപ്പോൾ അത് എന്തുമാത്രം ആത്മാർത്ഥമുള്ള സ്റ്റെപ്പാണെന്നുള്ള ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. പിന്നെ വേറൊന്ന്, കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന് എവിടെയൊക്കെ എത്ര ബാച്ചുകളുണ്ട്, എത്ര കുട്ടികൾ പാസ്സാവുന്നുണ്ട്, എത്ര കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമുണ്ട് എന്ന ക്വസ്റ്റ്യനുള്ള ആൻസർ അവരുടെ കയ്യിലില്ലേ? പുതുതായി പഠിക്കേണ്ട ആവശ്യമില്ല. അതില്ലാത്ത വിദ്യാഭ്യാസ വകുപ്പ് എന്ത് വിദ്യാഭ്യാസ വകുപ്പാണ്? കാരണം കേരളത്തിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നിരന്തരമായി ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രശ്നവും ചർച്ച ചെയ്യപ്പെടുന്നതും വിമർശിക്കപ്പെടുന്നതുമായ ഒരു കാര്യത്തിന്മേൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഒരു കണക്കുമില്ല. അത് ഇത്ര വലിയ സമരം ഉണ്ടാവുകയും ആ സമരത്തിൻ്റെ അവസാനം ഒരു കമ്മിറ്റിയെ വെച്ച് ഇനി ഇപ്പോൾ 4-5 ദിവസം കൊണ്ട് പഠിച്ചെടുക്കേണ്ടതാണെന്ന് വെച്ചാൽ പിന്നെ ഈ മർമ്മപ്രധാനമായ പ്രശ്നത്തെ എന്തുമാത്രം ഗൗരവത്തോടെയാണ് ഈ വകുപ്പ് അഡ്രസ്സ് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യനുണ്ട്. ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞാലേ സമരക്കാരൊരു കണക്ക് പറഞ്ഞു 10-30,000 പേരെങ്കിലും പുറത്ത് നിൽക്കും സീറ്റിലാകുന്നു. ഗവൺമെൻറ് പറയുന്നത് 7,748 പേരേ ഉള്ളൂ, അല്ലാത്ത ഈ പറഞ്ഞ പെരിപ്പിച്ച കണക്കൊന്നും ശരിയല്ല. ഇന്നിപ്പോൾ കോഴിക്കോട് നമ്മുടെ അസ്ലം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ശരിയായ കണക്ക് പരിശോധിച്ചാൽ 27,000 പേരെങ്കിലും പുറത്ത് നിൽക്കുന്നതാണ് പുതിയ റിവൈസ് ചെയ്ത കണക്ക്. ഇനി പോട്ടെ, മന്ത്രി പറഞ്ഞ 7,748 പേർക്ക് പഠിക്കാൻ സൗകര്യമില്ല. 7,748 പേരുടെ ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനില്ലേ? അത് ചെറിയ കുറച്ച് പേരേ ഉള്ളൂ. ആ കുറച്ച് പേരേ ഉള്ളെങ്കിൽ എന്താണ്, 100 പേർക്ക് പഠിക്കാൻ സൗകര്യം ഇല്ലയെന്ന് കരുതുക, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ശരിയല്ല. ഈ 100 പേരുടെ കാര്യത്തിലുള്ള ഗവൺമെൻറ് റെസ്പോൺസിബിലിറ്റി എന്താണ്, ഗവൺമെൻറ് ഉത്തരവ് എന്താണ്, അത് പറയണമല്ലോ. അല്ല ഇത്രയും കണക്ക് നിങ്ങൾ പറയുന്നത് തെറ്റാണ്, ഇത്ര ചുരുക്കമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നതാണ് ഇഷ്യൂ. ഒരാളാണ് പുറത്ത് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് എന്നതാണ് എടുത്തു കാണേണ്ട കാര്യം. അപ്പോൾ മലബാറിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാ സീറ്റുകളും VHSC, മണ്ണേഴും ഏഴും എല്ലാം കൂടി ചേർത്തൊരു കണക്കാണ് അവതരിപ്പിക്കുക. ഇത്രയും പുറത്ത് നിൽക്കുന്നുള്ളൂ. ഈ എല്ലാം കൂടി വാരിക്കൂട്ടുന്ന കണക്ക് തെക്കൻ കേരളത്തിലെ കാര്യത്തിൽ പറയുന്നില്ലല്ലോ. ഇനി മലബാറിൻ്റെ കാര്യത്തിൽ കണക്ക് കൂട്ടും മാത്രമല്ല, കണക്ക് കൂട്ടുന്നതിൻ്റെ ക്രൈറ്റീരിയ തന്നെ വേറെയാണ്. ഇവിടെ എല്ലാം കൂടി ചേർത്താണ് കണക്ക്, അപ്പുറത്തെല്ലാം കൂടി ചേർക്കേണ്ടി വരുന്നില്ല എന്നതിൽ തന്നെ പ്രശ്നമുണ്ടല്ലോ. അതിൻ്റെ മർമ്മം മനസ്സിലാക്കി ഇടപെടാൻ സർക്കാരിന് കഴിയണമായിരുന്നുള്ളതാണ്. ഇപ്പം ഇതിനകത്ത് ഈ പ്രശ്നം ആദ്യം നിയമസഭയിൽ ഉന്നയിച്ച് VD സതീശൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താണ്, കണക്കൊക്കെ വരുന്നതിന് മുമ്പും തർക്കം ഉണ്ടാകുന്നതിന് മുമ്പ് മാർജിനൽ ഇൻക്രീസ് അങ്ങ് പ്രഖ്യാപിക്കുകയാണല്ലോ. പരമാവധി ആളുകളെ 10-70 കുട്ടികളൊക്കെ ഒരു ക്ലാസ്സിൽ നിന്ന് പഠിക്കുകയാണ്. എല്ലാവർക്കും മര്യാദയ്ക്ക് കേൾക്കാനോ ഓരോരുത്തരെ അറ്റൻഡ് ചെയ്യാനോ പോലും, ആരാണ് ക്ലാസ്സിൽ പഠിക്കുന്നതെന്നോ, ഏതൊക്കെ കുട്ടികളാണ്, എവിടെ നിന്ന് വരുന്നവരാണ്, എന്താണ് അവരുടെ പശ്ചാത്തലം, എന്താണ് അവരുടെ കേപ്പബിലിറ്റി, ഇതൊന്നും അധ്യാപകർക്ക് അറിയാൻ പറ്റില്ല. അത്രയും വലിയ സമ്മേളനം പോലുള്ള ക്ലാസ്സാണ്. അതായത് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2ലേക്ക് കടക്കുന്ന കൗമാരകാലം മനുഷ്യനെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട ഘട്ടമാണ്. എന്ന് വെച്ചാൽ അയാളുടെ ഇപ്പോൾ പ്രതിപക്ഷത പറഞ്ഞില്ല, അയാളുടെ ശാരീരികവും മാനസികവുമായ നിർണായകമായ ഒരു സന്ധിയിലാണ് അയാൾ. ഓക്കെ, അവിടെ സ്റ്റേറ്റ് അവരെ വളരെ പ്രാധാന്യത്തോടെയും കരുതലോടെയും കൈകാര്യം ചെയ്യേണ്ടതുണ്ട്, അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അവരുടെ നിർണായകമായ സന്ധി എന്ന് പറയുമ്പോൾ അവരുടെ ഭാവി എന്തായിരിക്കണം അവർ തീരുമാനിക്കുന്ന സാമൂഹിക കാഴ്ചപ്പാട് രൂപീകരിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോണൽ ചേഞ്ചിൻ്റെ കാലം.
ആ സമയത്ത് കുറേ പേരെ വാരിക്കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച് വിട്ടുകളയാം എന്നത് അങ്ങേയറ്റത്തെ നിരുത്തരവാദ സമീപനമാണ്. അങ്ങനല്ല. ആ 11ലും 12ലും പഠിക്കുന്ന കുട്ടികളെ നമ്മുടെ ഭരണകൂടം എന്തുമാത്രം ഗൗരവത്തിൽ കൈകാര്യം ചെയ്യുന്നു ചോദിച്ചാൽ, ഇവിടെ 10, 70, 80 പേരുടെ ക്ലാസ്സിലിരുന്ന് സമ്മേളനത്തിലെ പ്രസംഗം കേൾക്കുന്ന പോലെ കേട്ടിട്ട് നിങ്ങൾ പോയിക്കൊള്ളൂ എന്ന സമീപനം സർക്കാർ സ്വീകരിക്കുന്നത് അങ്ങേയറ്റം അബദ്ധം നിറഞ്ഞ സമീപനമാണ്. അത് വെറുതെ കണ്ടൊന്നല്ല. ഇപ്പോൾ 14 വയസ്സ് വരെയുള്ളൂ സാർവത്രിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അത് കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരുടെയും ചോയ്സാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കൊടുക്കാൻ ബാധ്യമൊന്നുമില്ല. എല്ലാവർക്കും സയൻസ് കിട്ടണമെന്നില്ല. എല്ലാവർക്കും തൊട്ടടുത്ത സ്കൂളിൽ കിട്ടുമെന്ന് വെച്ചാൽ ഫുൾ A+ കിട്ടിയ ആളുകൾ പോലും പുറത്ത് നിൽക്കുകയാണ്. ആളുകൾക്ക് അവരുടെ അഭിരുചി, നിങ്ങൾക്ക് എല്ലാവർക്കും സയൻസ് കിട്ടണം. അപ്പോൾ എനിക്ക് അഭിരുചി സയൻസ് പഠിക്കാനാണ്. എന്നോട് നിങ്ങൾ ഹ്യൂമാനിറ്റീസോ VHSCയിലോ പോകാൻ പറഞ്ഞത് എന്തുമാത്രം വലിയ അനീതിയാണ്. എൻ്റെ അഭിരുചിക്കനുസരിച്ച് എനിക്കിഷ്ടമുള്ളത് പഠിക്കാൻ, ആ വഴിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസ മേഖല ഇവിടെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അത് പിന്നെ എന്ത് ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? അപ്പോൾ കുറേ എണ്ണമുണ്ട്. അവിടെ കിട്ടുന്നില്ല, ഇത് കിട്ടുന്നില്ല, അതെടുക്കുക പറയുന്ന ഒരു മികച്ച ഗവൺമെൻറ് ഉദാഹരണമല്ല. അതുകൊണ്ട് ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ പുതിയൊരു പ്രശ്നമല്ല. ഇത് എത്രയോ കാലമായിട്ട് കേരളത്തിൽ കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. മലബാറിലെ സൗകര്യങ്ങളുടെ ഉള്ള വിവേചന സമീപനം, സ്കൂളിൻ്റെ കാര്യത്തിലുള്ള സമീപനം. നേരത്തെ നമ്മൾ പറവൂരിയുടെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷവും എന്തുമാത്രം റിക്വയർമെൻറ്റ് വരുമെന്നത് എത്രയോ നേരത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന, കണക്കൂട്ടിയെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. പുതുതായി പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ഒരു അപ്രതീക്ഷിതമായ സാഹചര്യമല്ല. അതിനകത്തൊരു ദീർഘവീക്ഷണമുള്ള സമീപനമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെ മലബാറിലെ വിദ്യാഭ്യാസ പരിമിതികളെ പരിഹരിക്കാൻ ഞങ്ങൾ ബാധ്യതപ്പെട്ടവരാണ് എന്ന വാഗ്ദാന പത്രിക പുറത്തിറക്കിയവരാണ്. അപ്പോൾ ഇത് ഗവൺമെൻറ് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ജെനുവിൻ സ്റ്റെപ്പാണ് എടുക്കുന്നത് വിശ്വസിക്കാൻ ഇനിയും നിവൃത്തിയില്ല. കാരണം ആണെങ്കിൽ ഗവൺമെൻറ് നേരത്തെ എടുക്കാമായിരുന്നു, അറിയാത്ത പ്രതിസന്ധിയല്ല. പിന്നെ ഈ താൽക്കാലിക ബാച്ചുകളുണ്ടായി. താൽക്കാലിക ബാച്ച് എന്ന് വെച്ചാൽ എന്താണ്? താൽക്കാലിക ബാച്ചിനുള്ള സീരിയസ്നെസ് അത്രയേ ഉള്ളൂ. എല്ലാ സെറ്റപ്പും താൽക്കാലികമാണ്, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. എല്ലാവരും അതിനെ കാണുന്ന താൽക്കാലികമായിട്ടും അതിനെ ആ ഗൗരവത്തിലേ കാണുന്നുള്ളൂ. അത് കുട്ടികളോട് ചെയ്യുന്ന ഒരുതരം വഞ്ചനയാണ്. അപ്പോൾ അതല്ല വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം കുട്ടികൾ ഇപ്പോഴും പലരും പുറത്താണുള്ളത്. അവർക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള ആശങ്കയിലാണ് അവരുള്ളത്. അത് പരിഹരിക്കപ്പെടും എന്ന് നമുക്ക് ഈ സമയത്ത് പ്രത്യാശിക്കാം.